ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ 3 വിഷയങ്ങൾ. 1 ഇസ്തിഗാസക്ക് തെളിവാണെന്ന് പറയണം. 2 ന്യൂനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നു ഇപ്പോഴും ന്യൂനതയുണ്ട്. ആ സനദുകൾ മുഴുവൻ വായിച്ചാൽ ഏത് സനദിലാണ് ന്യൂനതയെന്ന് ഞാൻ പറയും. 3-മത്തേത് അതിന്റെ മത്നുകൾ വായിക്കണം. അതും ഇവിടെ വായിച്ചിട്ടില്ല. 1-മത് ഇസ്തിഗാസക്ക് തെളിവാണെന്ന് ഈ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തെളിവാണെന്ന് പറഞ്ഞാലേ മറ്റ് 2 പറയേണ്ട ബാധ്യത തന്നെ ഞങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുടെ നിർവചനത്തിനാണല്ലോ തർക്കം. ഹദീസ് സഹീഹാണോ അല്ലേ എന്നതല്ല, പ്രാർത്ഥനയുടെ നിർവചനം പൊളിക്കാനാണ് നിങ്ങൾ അത് ഉദ്ധരിച്ചത്. അത് പൊളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ നിർവചനം ഇപ്പോഴും ഒരു അഹ്സനിക്കും തകർക്കാൻ കഴിയാത്ത ചെങ്കോട്ടയായി നിലനിൽക്കുന്നു എന്ന് ഈ സമൂഹം മനസ്സിലാക്കും. 2-മത്തെ പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വായിച്ച കിതാബുകളിൽ വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ, വീണ്ടും അത് വായിക്കേണ്ട ആവശ്യവുമുണ്ടെങ്കിൽ സദസ്സ് നിശബ്ദമാവണം. സ്റ്റേജും സദസ്സും നിശബ്ദമാവണം. വായിച്ച കിതാബുകളിൽ വല്ല അബദ്ധങ്ങളുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെടുക പോലെയുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരോട് പറഞ്ഞാൽ തീർച്ചയായും അത് വായിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിനുള്ള വേദി മധ്യസ്ഥന്മാർ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കി തരുന്നതാണ്. ഹനീഫ മൗലവി വായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉച്ചയ്ക്ക് ശേഷം വായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എഴുതിയ കരാറിന്റെ സമയം അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് കരാർ അനുസരിച്ച് അടുത്ത പരിപാടി ആരംഭിക്കുന്നത് അത് വായിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും. ഇപ്പോ ഇവിടെ ഉദ്ധരിച്ച ചോദിച്ച സംശയം വായിച്ച് തീരുമാനിച്ച് തീർച്ചപ്പെടുത്തിയതിനു ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത സെഷൻ ആരംഭിക്കുന്നത്. ചില വിഷയങ്ങളിൽ ചില പരാമർശങ്ങൾ ബാക്കിയുള്ളതുകൊണ്ടോ സുന്നി പക്ഷം മുജാഹിദ് പക്ഷത്തിന്റെ ചില ഉദ്ധരണികൾ കളവാണെന്ന് ആരോപിച്ചതിന്റെ പേരിലോ അത് തെളിയിക്കാൻ ഈ വ്യവസ്ഥയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുജാഹിദ് പക്ഷം തയ്യാറാവാത്തതുകൊണ്ടും എല്ലാ കാരണങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആദർശപരമായ ലക്ഷ്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് ഇവിടെയുള്ള മുഹമ്മദ് രാമന്തളി എന്ന മധ്യസ്ഥൻ ആവശ്യപ്പെട്ടപ്പോ മറുവിഭാഗം തയ്യാറാവാതെ വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥന്മാർ ചർച്ച ചെയ്യുകയും ഈ കിതാബ് ചർച്ച ചെയ്യാനും കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ കിതാബ് ചർച്ച ചെയ്യാൻ തയ്യാറില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലും ഈ പരിപാടി നിർത്തിവെക്കാൻ മധ്യസ്ഥന്മാർ തീരുമാനിച്ച കാര്യം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യരെ, ഇവിടെ പ്രതിപാദിച്ച വിഷയത്തിൽ 6 ചോദ്യങ്ങൾ ചോദിക്കുവാനും അതിന് മറുപടി പറയുവാനുമാണ് അവസരമെന്ന് മധ്യസ്ഥന്മാർ മുൻകൂട്ടി തയ്യാറാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 6 ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുവിഭാഗം മറുപടി പറയുകയും ചെയ്തു കഴിഞ്ഞതിനാൽ അടുത്ത വിഷയത്തിലേക്ക് കടക്കലാണ് മര്യാദ എന്ന് മറുപക്ഷം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് സുന്നിപക്ഷം സ്വീകരിക്കാൻ തയ്യാറല്ല എന്നും ആദ്യം പറഞ്ഞതിന്റെ തുടർച്ചയാണ് നടക്കേണ്ടത് എന്ന് അവർ പറഞ്ഞതു. അതല്ല വേണ്ടത്, കരാർ പ്രകാരം പരിപാടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് മുജാഹിദ് പക്ഷം പറയുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് തുടർന്നു പോകുവാൻ 2 കൂട്ടരും ആ കരാറിൽ നിന്ന് വ്യത്യസ്തമായി പോകുവാൻ ആ കരാർ പ്രകാരം പോകണമെന്നുള്ള ഒരു നിർബന്ധത മധ്യസ്ഥന്മാർക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പരിപാടി